അപ്പോൾ ബ്രീഡിങ്ങിന്റെ വീഡിയോ ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാ കാര്യങ്ങളും ബ്രീഡിങ്ങിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല, എന്നാലും ഫ്രഷ് വാട്ടറിൽ ആവശ്യമായിട്ടുള്ള രീതികളിൽ ഏതൊക്കെ മീനുകൾ ഏതൊക്കെ രീതിയിൽ ബ്രീഡ് ആകുന്നു എന്നുള്ളതിന്റെ ഓരോരോ ഹെഡായിട്ട് നമ്മൾ നോക്കി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയാതെ പോയിട്ടുള്ള ഒരു രീതിയാണ് എഗ്ഗ് ഹൈഡ് ചെയ്ത് വയ്ക്കുന്ന, മണ്ണിന്റെ അടിയിൽ പുഴുത്തു വയ്ക്കുന്ന വെറൈറ്റീസ് ഉണ്ട്, ഫ്ലോയിങ് വാട്ടറിൽ മുട്ടയിടുന്ന വെറൈറ്റീസ് ഉണ്ട്. അതെല്ലാം ഓർണമെന്റലിൽ വളരെ റെയർ ആയിട്ടുള്ള ഫിഷസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം വൈൽഡ് കണ്ടീഷനിൽ ഫ്രഷ് വാട്ടർ ഫിഷസ് ബ്രീഡ് ആവുന്ന രീതികളാണ്. അപ്പോൾ ബ്രീഡിങ്ങിനെ കുറിച്ച് മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. സ്റ്റെപ്പ് ബൈ ഓരോന്നിന്റെ ഹെഡുകൾ നമ്മൾ ഇനി ഓരോരോ ഫിഷസിനെ കുറിച്ച് എടുക്കുമ്പോൾ അതിന്റെ ബ്രീഡിംഗ് രീതികൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ആർട്ടിഫിഷ്യൽ ബ്രീഡിങ്ങും നമ്മൾ ഇൻഡ്യൂസ്ഡ് ബ്രീഡിങ്ങും പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ എടുത്ത് പറയത്തക്ക രീതിയിലുള്ള പലരും പല വീഡിയോകളിലും ഈ വയറൊക്കെ പിതുക്കി മുട്ടയെ പുറത്തെടുക്കുന്ന രീതിയിൽ കാണുന്നുണ്ട്. ഇത് കണ്ട് ആരും അനുകരിക്കരുത്. അതൊക്കെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ, ലബോറട്ടറി ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളവരാണ് അങ്ങനെയുള്ള പ്രക്രിയകളിലൂടെയൊക്കെ ക്രോസ് ബ്രീഡ് ചെയ്തിട്ടൊക്കെ പുതിയ ജനറേഷൻ ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ വീഡിയോകൾ കണ്ട് വയറ് പിതുക്കരുത്, കൂടുതൽ പുറത്ത് ചാടി തട്ടിപ്പോകും ഫിഷസ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇവരെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കത്തക്ക രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ട്. അതും ഇഞ്ചെക്ട് ചെയ്യുന്നതും ഈ പലരും ഈ യൂട്യൂബ് കണ്ടിട്ട് ട്രൈ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതൊക്കെ ഓരോ മീനിന്റെയും വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഈ ഗോണോപ്രോ എന്ന് പറഞ്ഞ മെഡിസിൻസ് ഒക്കെ മെയിലിന് ഇത്ര ml അല്ലെങ്കിൽ ഫീമെയിലിന് ഇത്ര ml എന്നുള്ള റേഷ്യോ ഒക്കെ എടുത്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത്. സോ അതേപോലത്തെ എല്ലാം വളരെയധികം എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാൻ ട്രൈ ചെയ്യുക. അല്ലാതെ തന്നെ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കുക ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. ബ്രീഡിങ്ങിനെ കമ്പയർ ചെയ്ത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.